5 തവണ മണിയടിക്കാൻ 8 സെക്കൻഡ് വേണം എങ്കിൽ അതേ ക്ലോക്കിൽ 10 തവണ മണിയടിക്കാൻ എത്ര സമയം വേണം? 5 തവണ മണിയടിക്കാൻ 8 സെക്കൻഡാണ് എടുക്കുന്നത്. ആദ്യത്തെ തവണ, രണ്ടാമത്തെ തവണ, മൂന്നാമത്തെ തവണ, നാലാമത്തെ തവണ, അഞ്ചാമത്തെ തവണ. എത്ര തവണ മണിയടിക്കാൻ നമുക്ക് 8 സെക്കൻഡ് എടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ രണ്ട് മണി അടിച്ചതിന് ശേഷം രണ്ടാമത്തെ മണി എടുക്കുന്നതിനിടയ്ക്ക് ഇവിടെ ഒരു ഇടവേള വരുന്നു. ഇതിന്റെ ഇടയിൽ ഒരു ഇടവേള, പിന്നെ ഓരോ മണിന്റെ ഇടയിലും ഒരു ഇടവേള വരും. ആ ഇടവേളയാണ് ഇവിടെ ഈ ചെലവാകുന്ന എന്ന് പറഞ്ഞാൽ. ഇവിടെ നമുക്ക് 5 മണിന്റെ ഇടയിൽ നമുക്ക് 4 ഇടവേളകളാണ് വരുന്നത്. 4 ഇടവേളകളാണ് 8 സെക്കൻഡായിട്ട് മാറുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിലുള്ള ഒരു മണി കഴിഞ്ഞ് അടുത്ത മണി അടിക്കുന്നത് വരെയുള്ള ഇടവേള, അതായത് ഒരു ഇടവേളയുടെ സമയം എന്ന് പറഞ്ഞാൽ 4 ഇടവേള തീരണമെങ്കിൽ 8 സെക്കൻഡ് എടുക്കുമെങ്കിൽ ഒരു ഇടവേള കാണുന്നതിന് വേണ്ടി 2 സെക്കൻഡാണ് ഒരു ഇടവേളയുടെ സമയം. നമുക്ക് നോക്കാം. 2 സെക്കൻഡ്, 2 സെക്കൻഡ്, 2 സെക്കൻഡ്, 2 സെക്കൻഡ്. അപ്പോൾ 2, 4, 6, 8 സെക്കൻഡായി ടോട്ടൽ. ഇത് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് 10 തവണ മണി അടിക്കും. 10 തവണ മണി അടിക്കുമ്പോൾ 10 കുറയ്ക്കണം 1, അതിനിടെ 9 ഇടവേളകളായിരിക്കും വരിക. 9 ഇടവേളകൾ. അപ്പോൾ ഒരു ഇടവേള 2 സെക്കൻഡ് ആണെങ്കിൽ 9 ഇടവേളകൾ തീരണമെങ്കിൽ 9 × 2 18 സെക്കൻഡ് സമയം എടുക്കും. അപ്പോൾ 10 തവണ മണിയടിക്കാൻ 18 സെക്കൻഡ് സമയം എടുക്കും. തരത്തിലുള്ള ക്വസ്റ്റ്യൻ PSC ചോദിക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം. ഒരു ക്ലോക്കിൽ 12 അടിക്കാൻ 22 സെക്കൻഡ് സമയം എടുക്കും. 6 അടിക്കാൻ എത്ര സെക്കൻഡ് സമയം വേണം? ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല. ആ രീതിയിലാണ് ഇവർ ക്വസ്റ്റ്യൻ തന്നെ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്ര, അതായത് ക്ലോക്കിൽ 12 അടിക്കാൻ എന്ന് പറയുമ്പോൾ 12 തവണ മണിയടിക്കാൻ 22 സെക്കൻഡ് വേണം. അപ്പോൾ 12 തവണ മണിയടിക്കുകയാണെങ്കിൽ 12 കുറയ്ക്കണം 1, അതിൻ്റെ ഇടയിൽ 11 ഇടവേളകൾ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഈ 11 ഇടവേള കടന്നു പോകാൻ 22 സെക്കൻഡ് എടുക്കും. അങ്ങനെയാണെങ്കിൽ ഒരു ഇടവേളയ്ക്ക് എടുക്കുന്ന സമയം 22/11. ഇത് നമ്മളോട് പറയാണ് 6 അടിക്കാൻ എന്ന് പറയുമ്പോൾ 6 തവണ അടിക്കാൻ. അപ്പൊ 6 തവണ അടിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ 6 കുറയ്ക്കണം 1, 5 ഇടവേള അല്ലെങ്കിൽ 5 ഇന്റർവെലാണ് വരുന്നത്. അപ്പൊ ഒരു ഇടവേളക്ക് 22/11 ആണെങ്കിൽ 5 ഇടവേളക്ക് വേണ്ട സമയം 5 ഗുണിക്കണം 22/11. ഇവിടെ 11ൽ 22, 2 പ്രാവശ്യം, 2 × 5 10 പ്രാവശ്യം. നമുക്ക് ഇവിടെ തന്നെ സോൾവ് ചെയ്തിട്ട് 2 സെക്കൻഡാണ് നമുക്ക് മനസ്സിലാക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരുമിച്ച് ചെയ്താലും മതി. നമ്മളെ ആൻസർ 10 സെക്കൻഡ്.